and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് വീഡിയോ ആണ്. വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാസ്ക് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായി പറയുന്നത് മാസ്ക് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഒന്ന്. ആക്ച്വലി ഇത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു കൊറിയർ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് നമ്മുടെ ചാനൽ നെയിം തന്നെയാണ്, SimplyMyStyle Unni തന്നെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റോറീസും ഇടയ്ക്കെന്നല്ല മിക്കപ്പോഴും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. എന്തെങ്കിലും പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട്. കുട്ടി വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കുട്ടി മിനി ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ അവിടെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടാണല്ലോ ഇപ്പോൾ നമുക്ക് വെളിയിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ അതിനകത്ത് എനിക്കിങ്ങനെ കമൻറ്റ്സ് എല്ലാം മെസ്സേജസ് ആയിട്ട് വന്നു, ഉണ്ണി എങ്ങനെയാണ് മേക്കപ്പ് ഇടുന്നത്, ഇപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴേക്കും മേക്കപ്പ് ഇടാൻ പറ്റില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന നമ്മുടെ ഒരു വീഡിയോക്കും കമൻറ്റ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എന്തിനാണ് മാസ്ക് വെച്ചിട്ട് വെളിയിൽ പോകുമ്പോൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു അങ്ങനെയാണെങ്കിൽ മാസ്ക് വയ്ക്കുമ്പോഴേക്കുള്ള ഒരു മേക്കപ്പ് ലുക്കായിട്ട് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഇൻസ്പിറേഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. മാസ്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല. മാത്രമല്ല മാസ്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിയർക്കും ഇല്ലേ, വിയർക്കും നന്നായിട്ട്. ഇത്ര ഭാഗം ഫുൾ വിയർക്കും. എനിക്ക് എസ്പെഷ്യലി ഇവിടെ ഭയങ്കരമായിട്ട് വിയർക്കും എന്ന് പറഞ്ഞാൽ വിയർത്തിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇപ്പോൾ ചൂടുവാണല്ലോ. അപ്പോൾ നമ്മൾ പകലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ വിയർത്ത് ഇങ്ങനെ ചുണ്ടിക്കോടെ വിയർപ്പ് ഇങ്ങനെ ഒഴുകി പോണത് അറിയാം. അപ്പോൾ നമുക്ക് ആ കൈയിട്ട് തുടയ്ക്കാനും ഇട്ട് പറ്റത്തുമില്ല. കൈ തൊടാൻ പാടില്ലല്ലോ. നമ്മൾ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഊര എന്നല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒപ്പി കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിയിട്ടും ടവൽ വെച്ചിട്ടോ ഒന്നും തുടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിയർത്തൊഴുകാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൗണ്ടേഷനും കൂടി ചേർന്നിട്ടായിരിക്കും പോകുന്നത്. ഫുൾ കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മളിങ്ങനെ മുസ്ലിം കുട്ടികളുടെയൊക്കെ അവർ ഇത്രയായിട്ട് അടച്ചു വെക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ണ് മാത്രം കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്, നല്ല രസമായിട്ട് അവർ നല്ല ഭംഗിക്ക് എഴുതും. അപ്പോൾ കണ്ണ് മാത്രം കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നില്ലേ. അപ്പോൾ ആ ഒരു സെയിം സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. കണ്ണിനാണെന്ന് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കണ്ണിനും അതുപോലെ ഐബ്രോസിനും നെറ്റ് ഇത്ര ഭാഗമാണ് കേട്ടോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത്ര എന്തായാലും നമ്മൾ കാണത്തില്ല. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ മാസ്ക് ഇടാണെന്നുണ്ടെങ്കിലും ഇട്ടിട്ടില്ലെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് പോൺസിൻ്റെ ഒരു ജെൽ ഫോമിലുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ലാകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ ഒഴുകിപ്പോവില്ല, ഭയങ്കര ഗ്രീസി ആയി പോകത്തില്ല. ഇപ്പോൾ ഒരു ക്ലൈമറ്റിനും നല്ലതാണ്, പ്ലസ് എൻ്റെ സ്കിന്നൊരു ഡ്രൈ ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതിനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഇടാറില്ല കേട്ടോ. ഇത് ജെല്ലായതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. നല്ല സ്മെല്ലാണ്. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് വാം ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്കിന്നിലോട്ട് ഇങ്ങനെ നമ്മൾ നോർമൽ എങ്ങനെയാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ അതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. എൻ്റെ കൈ ഇവിടെ പൊട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ പഴം വറുക്കാനായിട്ട് നെയ്യും എണ്ണയും കൂടി ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു. എന്നിട്ട് പഴം ഇങ്ങനെ സൈഡ് വഴി വേണ്ട ഇടുകാൻ. ഞാൻ പെട്ടെന്ന് ഇട്ടിട്ട് പെട്ടെന്ന് കഴിക്കാനുള്ള ധൃതിക്ക് പഴം അങ്ങ് കൂട്ടത്തോടെ എടുത്ത് ടക്കെന്ന് പറഞ്ഞിട്ട് എണ്ണ തിരിച്ച് ചാടി ഇവിടെ പൊള്ളി. ഓ ഭയങ്കര വേദനയായിരുന്നു. പൊള്ളിക്കഴിഞ്ഞ് ഞാൻ ഐസൊക്കെ ഇട്ട് വെച്ചിട്ട് എനിക്കിങ്ങനെ അറിയാൻ പറ്റുമായിരുന്നു. പൊള്ളുന്നത് ഭയങ്കര വേദന. ഈ ഡ്രസ്സ് വന്നിട്ട് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇടുമ്പോൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കും. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൺസീലർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇൻ കേസ് ഇല്ലെങ്കിൽ നെറ്റിയിലോ മറ്റോ പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. കൺസീലർ കുറച്ചുകൂടി തിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ഒഴുകി പോകത്തില്ല, ഫൗണ്ടേഷൻ പോലെ ഒഴുകി പോകത്തില്ല. മാത്രമല്ല നമ്മളവിടെ അടച്ചും വെക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ അല്ല, ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. 1 2 3. ഇങ്ങനെ ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ കളർ കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇപ്പോൾ എനിക്ക് ഒത്തിരി ഡാർക്ക് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും എടുക്കുന്നില്ല. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം. പക്ഷെ ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. കാരണം എനിക്ക്
അതിൻ്റെ ആവശ്യമുള്ള കാരണം ഇത് ഇവിടെ മാത്രം കണ്ടോ, അതിന് ഈ കവളുള്ളതുകൊണ്ടും കൂടിയാണ് ഇതിങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അനിയൻ ഒച്ചെടുക്കുന്നു, അമ്മയായിട്ട് വഴക്കിടുക. അപ്പോൾ നമുക്കിനി നമ്മുടെ കണ്ണിനടിയിൽ നമ്മൾ കൺസീലർ ഇട്ടിരിക്കുന്നത്, കണ്ണിനടിയിൽ എന്തായാലും വേർക്കും. അപ്പോൾ അതുകൊണ്ട് കൺസീലർ ഇട്ടിട്ടുള്ളത് ഈ ഒരു ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടി ബ്രഷ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതെന്താ വെച്ചാൽ ഇതത്ര ഷാർപ്പല്ലാത്തതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമില്ല. ഇതില്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ നെറ്റിയിട്ട് പോണേ. ഇനിയിപ്പോൾ നമുക്ക് ഐബ്രോസ് ചെയ്യാം. നമ്മൾ കണ്ണും ഐബ്രോസും നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിങ്ങനെ ഏറ്റവും നമ്മുടെ ഫേസിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണായിരിക്കും. നമ്മുടെ കണ്ണല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. എല്ലാവരും വരുമ്പോൾ നമ്മൾ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുക. അപ്പോൾ കണ്ണാണ് കുറേ കൂടി ഫോക്കസ് ചെയ്തിരിക്കുക. അപ്പോൾ കണ്ണിങ്ങനെ എടുത്ത് നിൽക്കണമെങ്കിൽ ഐബ്രോസ് ഡെഫിനറ്റായിട്ട് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് ഒന്ന് ത്രെഡ് ചെയ്യണം. എൻ്റെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഐബ്രോസ് ഇത് വെച്ചിട്ട് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാണ് കേട്ടോ. ഇത് മിലാനിയുടെ ബ്രോ കിറ്റാണ്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. പക്ഷേ ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു ബ്രൗൺ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. ഇതെനിക്ക് എൻ്റെ പുരുകത്തിന് ഡെഫിനറ്റ്ലി ഇത് ചേർത്തില്ല. ഇതും അത്ര ചേരില്ല. എന്നാൽ പോലും ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിലൊന്ന് ഈ ഹെയർ ഇല്ലയെന്ന് ഫീൽ ചെയ്യില്ല. അതായത് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പേര് പറയാറുണ്ട് കേട്ടോ എൻ്റെ ഐബ്രോസ് കുറച്ച് എന്താ പറയുക കട്ടിക്കാണ് ഇരിക്കുന്നതെന്ന്. പക്ഷെ എനിക്കതാണ് കംഫർട്ട്. എനിക്ക് ചെറുതാക്കുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടാവില്ല. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പല ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അത്ര ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ത്രെഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരോട് പറയും കേട്ടോ, ഒരുപാട് എടുക്കണ്ട, എക്സ്ട്രാ ഉള്ളത് മാത്രം എടുത്താൽ മതി, ചെറുതാക്കണ്ട. എനിക്ക് ചെറുതാക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ അല്ല. നമ്മുടെ കംഫർട്ട് വേണമല്ലോ നോക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷെയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഷുഗറിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് എടുക്കുന്നത്. ഇതിൻ്റെ ചെറിയതുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. ഈ ഒരു കാണുന്നുണ്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ പോലത്തെ മീൻസ് ഒരു ബ്രൗൺ ഷെയ്ഡ്, നമുക്കൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. അതെന്തിനാണെന്ന് വെച്ചാൽ കണ്ണൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട, ഒന്നും ചെയ്യണമെന്നില്ല. കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു നല്ലൊരു രസമായിട്ട് വരും. ഇത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് എടുത്തിടുന്നത്, അല്ലാണ്ട് ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എല്ലാവരുടെയും ബ്രഷൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ഒക്കെ നമ്മുടെ കംഫർട്ടാണ് കേട്ടോ, എല്ലാം നമ്മുടെ കംഫർട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. കൊച്ചിയിൽ എന്തായാലും അവൈലബിൾ ആയിട്ടുണ്ട്. കൊറിയറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസറോ ഷാമ്പുവോ, കാരണം എനിക്കിങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിരുന്നു ഷാമ്പു തീർന്നു, ഇപ്പം മേടിക്കണമെങ്കിൽ ഓൺലൈനൊന്നും ഇല്ല, പിന്നെ ടൗണിലൊക്കെ ഒന്നും പോകാനൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ്, മേക്കപ്പ് ഐറ്റംസ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ സ്കിൻ കെയർ ഐറ്റംസിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മോയ്സ്ചറൈസറോ ഫേസ് വാഷോ ഷാമ്പൂസൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയറിൻ്റെ നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കാം. ഓൾമോസ്റ്റ് ആമസോണും ഫ്ലിപ്കാർട്ടും പേർപ്പിളും നൈക്കയും എല്ലാം തന്നെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ണെഴുതുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഞാൻ ഒരു ഡീറ്റെയിൽഡ് കണ്ണെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണ് വരച്ചത് കുറേ കൂടി ഡാർക്കായിട്ട് കണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻസ് നമ്മൾ എഴുതുന്ന ഈ ഒരു ഐലൈനർ നല്ല ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊളോസലിൻ്റെ നല്ലതാണ്, കൊളോസൽ കാജൽ.
അത് അത്ര ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ ഐബ്രോസിൻ്റെ ഈ ഒരു ഷാർപ്പാക്കിയത് ഇവിടെ. അപ്പോൾ നമുക്കിനി കണ്ണെന്ന് മേലക്കോടെ എഴുതാനായിട്ട് നമുക്ക് ഐലൈനർ വേണമല്ലോ. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ഈ ഫേസസ് കാനഡയുടെ ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കൈ ഇങ്ങനെ ഓയിലി ആയിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ കൈ ഓയിലി ആവുമല്ലോ, അപ്പോൾ അത് തുറക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇത്തിരി ഉപയോഗിച്ചിട്ട് ഇവിടെ കട്ട പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേക്ക് വിഗിയുടെ ഐലൈനർ എടുക്കുക. ആരും എന്നെ പറ്റി കുറ്റം പറയേണ്ടത് തോന്നുന്നു, മൊത്തം കുറ്റം പറിച്ചില്ല, പിന്നെ ഇപ്പോൾ അത് മാത്രമായിട്ട് പറയണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ എഴുതാം. ഇപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള കണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പൊട്ടല്ല എന്തെങ്കിലും മാർക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മാസ്ക്കാണ് കേട്ടോ. ഇത് ഇവിടെ അമ്മ തയ്ച്ചിട്ടുള്ള മാസ്ക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസ്ക് അല്ല, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന പോലത്തെ കറക്റ്റായിട്ടുള്ള മാസ്ക് വയ്ക്കുക. ഒരുപാട് കളർഫുൾ ഇപ്പോൾ കളർഫുള്ളായിട്ടുള്ള മാസ്ക് ഒരുപാട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു തരാണേ. സോ അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ. വലിയ ഒരു ഭയങ്കര മേക്കപ്പ് ലുക്കൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോഴേക്കും ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഒരു എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ സാധാരണ പൊട്ടു തൊടാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടു കുത്തിയിട്ടും കൂടിയുള്ള എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ രീതിയിലൊന്നും എടുക്കരുത്, ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം ചെയ്തതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ ഇല്ലെങ്കിൽ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.